റജോ കുല്ല റുജൂഇൻ ഇലാ നബീഹിം. അതുകൊണ്ട് തന്നെ അവര് എല്ലാ പരിശ്രമം കൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്കാണ് അതിലൂടെയൊക്കെ മടങ്ങിയത്. നമ്മൾക്കും ഇതൊക്കെ ഇതിലേക്ക് വിശദീകരിച്ച് പിന്നീട് ശേഖറുള്ളൂ പറയുന്നുണ്ട് കേട്ടോ, ഞാൻ സാന്ദർഭികമായി പറയാണ്. നമ്മൾക്കും ഒരാൾ പിന്നെ ഈ ഒരു അവസ്ഥകളിലൂടെയൊക്കെ കടന്നു പോയാൽ അള്ളാഹിന്റെ ഖലീഫനെ അവർക്ക് അറിയുമെങ്കിൽ അവൻ ഇതിലൊക്കെ ഇങ്ങനെ എനിക്ക് ഹിജാബൊക്കെ ഉയർത്തപ്പെട്ട ആളായി, എനിക്ക് അള്ളാഹുമായിട്ട് നേരിട്ട് സംവദിക്കാൻ പറ്റും, എനിക്ക് മാരിഫത്തൊക്കെ ഒഴുകി വരുന്നുണ്ട്, ഞാൻ അള്ളാഹുമായിട്ട് നേരിട്ട കണക്ഷനിലാണ് എന്ന് വിശ്വസിക്കുന്നതിലാണോ അവൻ ഉണ്ടാവേണ്ടത്? അതോ അള്ളാഹുവിൻ്റെ ഖലീഫയിലൂടെയാണ് എനിക്കിതൊക്കെ കിട്ടിയത്, അള്ളാഹിൻ്റെ ഖലീഫയാണ് ഇതിൻ്റെ ഒക്കെ രഹസ്യം, അള്ളാഹിൻ്റെ ഖലീഫയിലേക്കാണ് ഞാൻ മടങ്ങേണ്ടത്, വേറെ ഒന്നിലേക്കും അല്ല, എൻ്റെ മാരിഫത്തും എനിക്ക് ഉണ്ടായ പ്രകാശങ്ങളും എനിക്ക് അള്ളാഹുമായിട്ടുള്ള കണക്ഷനിലേക്കും എല്ലാം മടങ്ങേണ്ടത്, അള്ളാഹിൻ്റെ ഖലീഫയിലേക്കാണ് മടങ്ങേണ്ടത് എന്നാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് സൂചന ലഭിക്കുന്നത്. അപ്പോൾ സഹാബാക്കൾ അങ്ങനെ ആയിരുന്നു ചെയ്തിരുന്നത്. അവർക്ക് അള്ളാഹു ഇതൊരു പരീക്ഷണമായി കൊടുത്തപ്പോഴും എനിക്കിതൊക്കെ നേരിട്ട് കിട്ടുന്നുണ്ട്, ഞാൻ അതിലേക്കൊക്കെ ഞാൻ നേരിട്ട് മടങ്ങട്ടെ, എനിക്ക് അള്ളാഹുലേക്ക് നേരിട്ട് കണക്ഷൻ ഉണ്ട് എന്നും ആരും പറഞ്ഞിട്ടില്ല. പകരം അവരെ മടങ്ങിയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമകളിലേക്ക് മാത്രമാണ്. അതുപോലെ അള്ളാഹിൻ്റെ ഖലീഫയെ മനസ്സിലാക്കിയ ഒരു അടിമ അവർക്ക് എന്ത് വെളിപാടുകൾ അള്ളാഹു കൊടുത്താലും അവർ മടങ്ങേണ്ടതും അത് മടക്കേണ്ടതും അത് അള്ളാഹുവിൻ്റെ ഖലീഫയിലേക്ക് മാത്രമാണ്. കാരണം അള്ളാഹിൻ്റെ ഖലീഫയിലൂടെ അല്ലെങ്കിൽ അവർക്ക് അതൊന്നും കിട്ടൂലായിരുന്നു. അപ്പോൾ അവർ മടങ്ങേണ്ട അള്ളാഹിൻ്റെ ഖലീഫയിലേക്ക് മാത്രമല്ലേ.